How can we use supposed to? Welcome to a new lesson. Supposed to എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് സപ്പോസ്ഡ് എന്നാണ് എങ്കിൽ പോലും പ്രൊനൗൺസ് ചെയ്യേണ്ടത് സപ്പോസ്ഡ് ടു എന്നാണ്. ഇവയുടെ ഉപയോഗം ഒബ്ലിഗേഷൻ, എക്സ്പെക്റ്റേഷൻ, കമ്മിറ്റ്മെൻറ്റ് തുടങ്ങിയ വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ഉപയോഗമാണിത്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഐ ആം സപ്പോസ് ടു കോൾ മൈ ഫാദർ. അതായത് ഞാൻ എൻ്റെ പിതാവിനെ വിളിക്കണം അല്ലെങ്കിൽ വിളിക്കേണ്ടതാണ് എന്ന അർത്ഥമാണ്. അതായത് ഈ സെൻറ്റൻസിൽ അടങ്ങിയിരിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിനെ വിളിക്കണം അഥവാ വിളിക്കേണ്ടതാണ് എന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം, ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് ഒരു പ്രതിബദ്ധത, അതുപോലെ തന്നെ ഒരു ഒബ്ലിഗേഷൻ, ഒരു ബാധ്യത, അതായത് സ്വന്തം പിതാവിനെ വിളിച്ച് സംസാരിക്കുക എന്ന ധാർമ്മികതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ സെൻറ്റൻസിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് ഇപ്പോൾ നടക്കേണ്ട, ഇപ്പോൾ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ ഐ ആം സപ്പോസ് ടു കോൾ മൈ ഫാദർ ടുഡേ അല്ലെങ്കിൽ ടുമാറോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പിതാവിനെ ഇന്ന് അല്ലെങ്കിൽ നാളെ വിളിക്കേണ്ടതാണ് അല്ലെങ്കിൽ വിളിക്കണം എന്ന അർത്ഥമാണ്. അതായത് ഇന്ന് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ള, അതായത് ടുഡേ, അതുപോലെ നാളെ എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ടുമാറോ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു സംശയം തോന്നാം. അതായത് ആദ്യ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആമാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഫ്യൂച്ചർ ടെൻസിലാണ്, അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ആം തന്നെയാണ്. അതായത് സപ്പോസ് ടു എന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബി സപ്പോസ് ടു എന്നാണ്. അതായത് ബിയുടെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്, അതായത് V1 ഈസ്, ആം, ആർ ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ ബിയുടെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത്, അതായത് V2 എന്ന് പറയുന്നത് വാസ്, വെയർ എന്നിവയാണ് എന്നും നമുക്കറിയാം. അതായത് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഉള്ള ഒരു സെൻറ്റൻസിൽ സപ്പോസ് ടു ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ബിയുടെ ഫസ്റ്റ് ഫോമായ ഈസ്, ആം, ആർ എന്നിവ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഫ്യൂച്ചർ ടെൻസ് ആണ് എന്ന് കരുതി നമുക്ക് അവിടെ വില്ല് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അവിടെയും നമ്മൾ ബിയുടെ ഫസ്റ്റ് ഫോമായ ഈസ്, ആം, ആർ എന്നിവ ഉപയോഗിക്കണം. എന്നാൽ പാസ്റ്റ് ടെൻസിൽ സപ്പോസ് ടു ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് പറയേണ്ടതുണ്ട് എങ്കിൽ അവിടെ ബിയുടെ സെക്കൻഡ് ഫോമായ, അതായത് V2 വാസ്, വെയർ എന്നിവ ഉപയോഗിക്കണം. ഐ വാസ് സപ്പോസ് ടു കോൾ മൈ ഫാദർ യെസ്റ്റർഡേ. അതായത് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛനെ വിളിക്കേണ്ടതായിരുന്നു എന്നാണ്. അതായത് വിളിച്ചില്ല, വിളിക്കേണ്ടതായിരുന്നു. ഇപ്പോഴാണ് ഇരുന്ന് ആലോചിക്കുന്നത് വിളിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും പാസ്റ്റ് ടെൻസിലും നമ്മൾ സപ്പോസ് ടു ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. സപ്പോസ് ടു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സപ്പോസ് ടുവിന് മുൻപിലായി ഒരു ബി ഫോം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് എന്നതാണ്. കൂടാതെ സപ്പോസ് ടുവിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് അത് V1-ലായിരിക്കണം, അതായത് ബേസ് ഫോമിലായിരിക്കണം. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ ഈസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എങ്കിൽ ആറും, ഐ ആണ് എങ്കിൽ ആമും ഉപയോഗിക്കണം എന്നതാണ്. എന്നാൽ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ വാസും, പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ വേറും ഉപയോഗിക്കണം. അപ്പോൾ സപ്പോസ് ടു എന്നതിൻ്റെ ഉപയോഗത്തിൻ്റെ ഗ്രാമർ ഭാഗം എന്ന് പറയുന്നത് ഇതുമാത്രമാണ്. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻ എന്നീ നിലകളിൽ സപ്പോസ് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. യു ആർ സപ്പോസ് ടു കീപ് ദാറ്റ് സീക്രറ്റ്. നിങ്ങളത് രഹസ്യമായി സൂക്ഷിക്കണം. നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. യു ആർ സപ്പോസ് ടു ഫാസ്റ്റൺ യുവർ സീറ്റ് ബെൽറ്റ്. അതായത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് കൃത്യമായും ഉറപ്പിച്ചിരിക്കേണ്ടതാണ് എന്ന അർത്ഥമാണ്. യു വെയർ സപ്പോസ് ടു എൻകറേജ് വൺ അനദർ. നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടതായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എൻകറേജ് ചെയ്യണമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. യു ആർ സപ്പോസ് ടു എൻകറേജ് വൺ അനദർ. യു ആർ സപ്പോസ് ടു സ്റ്റോപ്പ് വെൻ യു സോ ദ റെഡ് ലൈറ്റ്. നിങ്ങൾ റെഡ് ലൈറ്റ് കണ്ടപ്പോൾ വണ്ടി നിർത്തേണ്ടതായിരുന്നു എന്നാണ്.
അതായത് ട്രാഫിക് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. റെഡ് ലൈറ്റ് കണ്ടിട്ടും നിങ്ങൾ വണ്ടി നിർത്താതെ മുൻപോട്ട് ഓടിച്ചു പോയി എന്ന അർത്ഥമാണ്. ഐ ആം നോട്ട് സപ്പോസ് ടു ടെൽ എനിവൺ. എനിക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന അർത്ഥമാണ്. ഐ ആം നോട്ട് സപ്പോസ് ടു ടെൽ എനിവൺ. ഹി വാസ് സപ്പോസ് ടു ഇൻവൈറ്റ് ഓൾ ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കേണ്ടതായിരുന്നു. കുറച്ച് പേരെ ഒഴിവാക്കിയത് മോശമായി പോയി എന്നാണ് മറ്റൊരാൾ അവനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത്. ഷീ ഈസ് സപ്പോസ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ടുഡേ. അതായത് ഇന്ന് അവൾ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഫ്യൂച്ചറിലാണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് സപ്പോസ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ടുഡേ. ഒരു പർപ്പസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഒരു ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സപ്പോസ് ടു എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വാട്ട് ആർ യു സപ്പോസ് ടു ഡു വിത്ത് എ ലാപ്ടോപ്പ് ടുഡേ? അതായത് ഇന്ന് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഉത്തരവും നമുക്ക് സപ്പോസ് ടു ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയും. ഐ ആം സപ്പോസ് ടു ഡു സം എഡിറ്റിംഗ് വർക്ക് വിത്ത് മൈ ലാപ്ടോപ്പ് ടുഡേ. അതായത് ഇന്ന് എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് എഡിറ്റിംഗ് ജോലികൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥമാണ്. വാട്ട് ആർ യു സപ്പോസ് ടു ഡു ഇൻ യുവർ കൺട്രി? നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വാട്ട് ആർ യു സപ്പോസ് ടു ഡു ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ വാട്ട് ആർ യു സപ്പോസ് ടു ഡു ഇൻ യുവർ ഫാമിലി എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി ഒരു എക്സ്പെക്റ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഒരു പ്രതീക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സപ്പോസ് ടു ഉപയോഗിക്കാം. ദേ ആർ സപ്പോസ് ടു അറൈവ് ടുമാറോ. നാളെ അവർ എത്തിച്ചേരേണ്ടതാണ് എന്ന എക്സ്പെക്റ്റേഷനാണ്. ദ ന്യൂ മോഹൻലാൽ മൂവി ഈസ് സപ്പോസ് ടു ബി എക്സലൻറ്റ്. മോഹൻലാലിൻ്റെ പുതിയ റിലീസ് പടം വളരെ മനോഹരമാകാം എന്ന ഒരു പ്രതീക്ഷയാണ്, എക്സ്പെക്റ്റേഷനാണ്. അടുത്ത ഒരു സെൻറ്റൻസ് കൂടി. യു ആർ സപ്പോസ് ടു കോൾ മീ ദിസ് മോർണിംഗ്, വൈ ഡിഡ്ന്റ് യു? അതായത് ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ വിളിക്കേണ്ടതായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? നിങ്ങളുടെ വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഒന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ട്രെയിൻ വാസ് സപ്പോസ് ടു അറൈവ് 20 minutes എഗോ. ട്രെയിൻ 20 മിനിറ്റ് മുമ്പ് എത്തിച്ചേരേണ്ടതായിരുന്നു എന്ന അർത്ഥമാണ്. ഇനി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. യു ആർ സപ്പോസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. യു ആർ സപ്പോസ് ടു വാച്ച് ആൻഡ് ലൈക്ക് മൈ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ. നിങ്ങൾ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ വാച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്തില്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന അർത്ഥമാണ് അതിന്. നിങ്ങൾ വാച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്നത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സപ്പോസ് ടു എന്നതിൻ്റെ ഉപയോഗം ഇത്തരത്തിലാണ്. പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തി ഭാഷയുടെ ഭാഗമാക്കി മാറ്റുക. കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.